എത്ര വലിയ ഉന്നതനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടും. പക്ഷേ ആരോപണം ഇപ്പോൾ നിൽക്കുന്നുള്ളൂ, ആരോപണം തെളിയിക്കപ്പെടണുണ്ട് ഈ നാട്ടിനകത്ത്. പിണറായിലേക്ക് ഇവർ കണക്ട് ചെയ്യാൻ വേണ്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തും. കുറേ വർഷങ്ങളായില്ലേ ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ നേതാവിനെ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് നിങ്ങൾക്ക് തെളിയിക്കാനോ വസ്തുതയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞോ, നമുക്കൊരു നല്ല ചർച്ചയിലേക്ക് പോവാം. നല്ല ചർച്ചയിലേക്ക് പോവാം. വിശ്വസ്തൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരാളെയും സംരക്ഷിക്കുന്ന ആളുകളല്ല. കോൺഗ്രസ് എന്താ, ബി ജെ പി എന്താ? ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എത്ര കോടി രൂപയുടെ പണം അപഹരിച്ച് കണ്ട് ഭൂമി തട്ടിപ്പ് നടത്തിയത്. അതിന്റെ നേതാവ് നിൽക്കുന്നത് എന്റെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ നിലപാട് നോക്കുന്നത് ഈ പ്രിയപ്പെട്ട സഹോദരി എന്റെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പുറത്ത് പാലക്കാട് ഒരു ഗർഭം കലക്കി MLA ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗർഭം കലക്കി അവരുണ്ടല്ലോ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാ, കൂടെ കൊണ്ടു നടക്കുന്ന ആളുകളാ. UDF പുറത്താക്കിന്ന് പറയുന്നത്, പുറത്താക്കിന്ന് പറയുന്നത് എന്ത് കാര്യമൊക്കെ ഞാൻ പറഞ്ഞു നോക്കൂ. രണ്ട് സ്ത്രീകൾക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങളെ സ്ത്രീകളെ അപമാനിച്ച ഗർഭം കലക്കിയായ ഒരു MLA ന്യായീകരിക്കാൻ എന്ത് ലജ്ജയില്ല നിങ്ങൾക്ക്? എങ്ങനെ പറ്റുന്നു? സ്ത്രീയായി ഒരാൾക്ക് പറ്റും? അയ്യപ്പന്റെ സ്വർണം കട്ടവനെ CPM പുറത്താക്കിയിട്ടില്ല. എന്നിട്ട് സംസാരിച്ചു.